എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 12 ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ആപ്ലിക്കൻസിന് കൃത്യമായിട്ടൊരു ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, കാസ്റ്റ്, ID പ്രൂഫ്, റെസ്യൂമിയുടെ ഒക്കെ തന്നെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മോർ ദാൻ 1 പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇതിലേക്ക് പോസ്റ്റുകൾ വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജറാണ് പോസ്റ്റുകൾ വരുന്നത്. അത് തന്നെ എഞ്ചിനീയർ സിവിൽ വരുന്നുണ്ട്, എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, എഞ്ചിനീയർ ഫയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ലോഗ് വേക്കൻസിയിൽ വരുന്നുണ്ട്. എഞ്ചിനീയർ സിവിലും എഞ്ചിനീയർ ഇലക്ട്രിക്കലുമാണ് വരുന്നത്. അപ്പോൾ റെഗുലർ വേക്കൻസിയിൽ വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ തന്നെ. എഞ്ചിനീയർ സിവിൽ ആണെങ്കിൽ 42 വേക്കൻസിയാണുള്ളത്. എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ 25 വേക്കൻസിയും എഞ്ചിനീയർ ഫയർ ആണെങ്കിൽ 101 വേക്കൻസിയാണുള്ളത്. ഇതിൽ എഞ്ചിനീയർ സിവിലും ഇലക്ട്രിക്കലും തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി 21 മുതൽ 30 വയസ്സ് വരെയാണ്. ഇനി അസിസ്റ്റൻറ്റ് മാനേജർ എഞ്ചിനീയർ ഫയർ ആണെങ്കിൽ പ്രായപരിധി വരുന്നത് 21 മുതൽ 40 വയസ്സ് വരെയാണ്. ഇനി ബാക്ക്ലോഗ് വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി വരുന്നത് 21 മുതൽ 30 വയസ്സ് വരെയാണ്. ഇനി പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത്, അതായത് ജോലി വരുന്നത് എനിവെയർ ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ്. അതായത് SBIയുടെ ഏത് ബ്രാഞ്ചിലും ജോലി വരാവുന്നതാണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും ഒക്കെ ഏജിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. OBCയുടെ ഏജിൽ ഇളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ക്രിമിലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അൺറിസർവ്ഡ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോൺ ക്രിമിലിയർ ആണെങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ. കൃത്യമായിട്ട് OBCയുടെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ EWS ആണെന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ എഞ്ചിനീയർ സിവിലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. വിത്ത് 60% മാർക്കുണ്ടായിരിക്കണം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇൻ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് മറ്റ് സ്കിൽസ് ഒന്നും ആവശ്യമില്ല. ഡിഗ്രിയും വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇനി അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. വിത്ത് മിനിമം 60% മാർക്കുണ്ടായിരിക്കണം. ഇവിടെയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇൻ ഇൻസ്റ്റാളേഷൻ, ഹാൻഡ്ലിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഓൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് പറയുന്നത്. സ്കിൽസ് ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ എഞ്ചിനീയർ ഫയർ ആണ്. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഫയർ ഫ്രം NFSC നാഗ്പൂർ, അല്ലെങ്കിൽ BE ഓർ BTech സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ BE ഓർ BTech ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇക്വലൻറ്റ് 4 ഇയർ ഡിഗ്രി ഇൻ ഫയർ സേഫ്റ്റി ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫയർ എഞ്ചിനീയേഴ്സ് ഇന്ത്യ അല്ലെങ്കിൽ UK, അല്ലെങ്കിൽ ഡിവിഷണൽ ഓഫീസേഴ്സിൻ്റെ കോഴ്സൊക്കെ പാസ്സായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും കൂടാതെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് പറയുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് BE ഫയർ, അല്ലെങ്കിൽ BE ഓർ BTech ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ BE ഓർ BTech ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇക്വലൻറ്റ് 4 ഇയർ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ടത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇൻ ദ ഫീൽഡ് ഓഫ് ഫയർ സേഫ്റ്റി ആണ് വേണ്ടത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് എക്സ്പീരിയൻസ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഈ പോസ്റ്റുകളിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഈ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടവർ നിങ്ങളുടെ റെലവൻറ്റ് എംപ്ലോയറുടെ കയ്യിൽ നിന്നുമുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇവിടെ ഓരോ പോസ്റ്റിൻ്റെ ജോലി എന്തൊക്കെയാണ് വരുന്നത് കൊടുത്തിട്ടുണ്ട്. ഇനി ശമ്പളം എത്രയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഈ 3 പോസ്റ്റുകളിലേക്കും ശമ്പളം ലഭിക്കുന്നത്
48,480 മുതൽ 85,920 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കൂടാതെ DAയും HRAയും CCയും PF അങ്ങനെയുള്ള എല്ലാ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമും ഇൻട്രാക്ഷനുമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എഞ്ചിനീയർ സിവിൽ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും ഇൻട്രാക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും ഇൻട്രാക്ഷനും ഉണ്ട്. ഇനി എഞ്ചിനീയർ ഫയർ ആണെന്നുണ്ടെങ്കിൽ എക്സാം വരുന്നില്ല, ഷോർട്ട് ലിസ്റ്റിങ്ങും ഇൻട്രാക്ഷനും മാത്രമേ ഉള്ളൂ. ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് വരുന്നത് ജനുവരി മാസത്തിലായിരിക്കും. ജനുവരി 2025 ഓൺലൈൻ ടെസ്റ്റ് വരാൻ സാധ്യതയുള്ളത്. ഇനി എക്സാം സെൻറ്റർ എവിടേക്കാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരത്താണ് എക്സാം സെൻറ്റർ വരുന്നത്. ഇനി എന്താണ് എക്സാമിൻ്റെ സിലബസ് എന്ന് നോക്കാം. സിലബസ് വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡും പ്രൊഫഷണൽ നോളജും ആയിരിക്കും. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് ടെസ്റ്റ് ഓഫ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇനി പ്രൊഫഷണൽ നോളജിൽ വരുന്നത് സിവിൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആസ് എ കേസ് മേ ബി ആണ് പറഞ്ഞിട്ടുള്ളത്. റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്സ് ഒന്നും വരുന്നില്ല. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് bank.sbi/web/careers/current openings എന്ന സൈറ്റ് എടുക്കുക. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏജിൽ ഇളവൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 750 രൂപയാണ്. SC ST കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ബ്രീഫ് റെസ്യൂമെ, ഇതൊക്കെ PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ID പ്രൂഫ്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, അത് തന്നെ മാർക്ക് ഷീറ്റും വേണം, സർട്ടിഫിക്കറ്റും വേണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, സാലറി സ്ലിപ്പൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സൈസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. അതുതന്നെ സിവിൽ, ഇലക്ട്രിക്കൽ, ഫയർ സ്ട്രീമുകളിലാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 12 ആണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.